മലയാളികളുടെ സിവിൽ സർവീസ് എന്നൊക്കെ അറിയപ്പെടുന്ന പരീക്ഷയാണ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അപ്പോൾ ഈ ഒരു പരീക്ഷ നിർത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ അങ്ങനെ അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ തയ്യാറെടുത്തിരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് ആണിത്. വേറൊന്നുമല്ല, ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പുതിയ വിജ്ഞാപനം ഉണ്ടാവും എന്ന് തന്നെയാണ് തീരുമാനങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത എന്ന് പറയുന്ന കേരള കൗമുദിക്കകത്ത് വന്നിട്ടുള്ള വാർത്തയാണ്. നമ്മുടെ പ്രിലിംസിന്റെ കാര്യം നിർത്തലാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം വാർത്ത പുറത്തു വന്നത് നമ്മുടെ കേരള കൗമുദി വഴി തന്നെയാണ്. അപ്പോൾ എന്ത് തന്നെയാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വാർത്തയും നമുക്ക് വിശ്വസിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഈ മാസം 30-ാം തീയതി എന്ന് പറയുമ്പോൾ ഈ മാസം 30-ാം തീയതി നമ്മുടെ മുഖ്യമന്ത്രി അധ്യക്ഷതയിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിനുള്ളിൽ നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ക്വാട്ട 20% ഉയർത്തുക എന്ന് പറയുന്ന ആ ഒരു കാര്യം അവർ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ മാസം അവസാനത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങളിൽ നമുക്ക് ഉറപ്പുവരുത്താം. അപ്പോൾ എന്തായാലും ഇതാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന വാർത്തയാണ്. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു വാർത്ത കണ്ടിട്ട് നാളെയോ മറ്റന്നാളോ എന്ത് ചെയ്യും, ബാക്കി നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ ഒക്കെ കോഴ്സുകളൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ ഇപ്പം തന്നെ പുതിയ ബാച്ച് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. ഒരു കാരണവശാലും അതിൽ നിന്നും കൊണ്ട് ഇപ്പം തലവെക്കരുത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ ദയവേത് എന്ത് ചെയ്യുക, ഇതിൻ്റെ കാര്യം ഒഫീഷ്യലായിട്ട് 30-ാം തീയതി തീരുമാനം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത മാസം എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, ഈ ഒരു വാർത്ത ഇന്ന് തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കയ്യിലും എത്തും. അപ്പം തന്നെ അവർ തുടങ്ങും, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തു, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു കാരണവശാലും ഇപ്പോഴുകൊണ്ട് പൈസയും കാര്യങ്ങളൊന്നും ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മുടെ കേരള സർക്കാർ ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇപ്പോൾ ഇതിൽ കൊണ്ട് തലവയ്ക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞ സ്വപ്നത്തിന് പലർക്കും ഇവിടെ ചിറക് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഈ ഒരു വാർത്ത ഞാൻ ഇട്ടത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രിപ്പറേഷൻസ്, നിങ്ങളുടെ ബാക്കി നമ്മുടെ ഡിഗ്രി ക്വാളിഫിക്കേഷനുള്ള ഈ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള പരീക്ഷ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ എന്തായാലും മെയിൻസിലേക്ക് തയ്യാറെടുക്കുന്നവർ എന്ത് ചെയ്യുക, നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് കൂടി തയ്യാറെടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും പഠനം കുറച്ചും കൂടിയൊക്കെ ഊർജ്ജമാക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ അവസരങ്ങൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പിൻവാതിൽ നിയമനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും നമുക്ക് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്ഥാനം അവിടെ ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ഈ പിൻവാതിൽ നിയമനത്തിൻ്റെ വാർത്തകൾക്ക് പുറകിൽ പോയി നിങ്ങളുടെ മനസ്സ് വിഷമിപ്പിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇരുട്ടിൽ എവിടെയെങ്കിലും ഒരു വെളിച്ചം കണ്ടെത്തുകയാണ്, ഒരു വെളിച്ചം കാണുകയാണെന്നുണ്ടെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ ചുവട് പിടിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വാർത്തയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വാർത്തകൾ ഇനി ഉണ്ടാവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ PSC റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളും അപ്ഡേറ്റുകളും ക്ലാസ്സുകളും ഒക്കെ ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.